അതെ, മൊബൈലിൽ വെറുതെ തോണ്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാനത് കാണുന്നത്. ജാക്കി ചാൻ ഇത്ര നാളായിട്ട് എൻ്റെ സൂപ്പർ ഹീറോയിനെ വരച്ചില്ലല്ലോ. പിന്നൊന്നും നോക്കിയില്ല. അനിമേഷൻ വീഡിയോ എന്നിട്ട് തീരുമാനിച്ചു. പിന്നെ ഗൂഗിളിൽ കയറി നല്ല ഫോട്ടോ വേണമല്ലോ. ഏത് ഫോട്ടോ എടുക്കുക? ഇമേജസ് അറിഞ്ഞും പുറഞ്ഞെന്നും തപ്പി തോന്നിയ ഫോട്ടോസ് തപ്പി ഒടുവിൽ എനിക്കൊരെണ്ണം കിട്ടി. അപ്പോൾ ഇതാ നമ്മളിന്ന് വരയ്ക്കാൻ പോണ ഫോട്ടോസ്. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സാധനം വേണ്ടേ? അപ്പം മാർക്കർ സെറ്റാക്കി വെച്ചു, പെൻസിൽ, പേന, പേപ്പറെല്ലാം സെറ്റാക്കി വെച്ചു. ഇനി ഒരുപാട് ആൾക്കാരുണ്ട്, വരയ്ക്കാൻ എനിക്കറിയില്ല. ഒരു എളുപ്പം മാർഗം പറഞ്ഞു തരട്ടെ. എന്താ ചെയ്യുന്നതെന്ന് ഓരോരുത്തരുടെ സ്ട്രക്ചറിനനുസരിച്ച് ജസ്റ്റ് പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈൻ കൊടുക്കുക. ഇപ്പോൾ ഞാൻ ചെയ്യണില്ലേ, ഒരു വട്ടം വരയ്ക്കുക, താഴത്ത് ഒരു വര വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ സ്ട്രക്ചറിനെ വരച്ചു കൊടുക്കുക. അതൊരു മിഡിൽ വരയായിട്ട് വെച്ചതിന് ശേഷം, ഒരു മിഡിൽ ലൈനായിട്ട് വെച്ചതിന് ശേഷം അതിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സ്ട്രക്ചറിനെ വരച്ചു കൊടുക്കുക. അപ്പോൾ അത് സെറ്റായിട്ട് കിട്ടും. അവനെ പെട്ടെന്ന് കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. വരച്ചെടുത്തതിന് ശേഷം അതിൽ പെൻസിൽ വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നു. പിന്നെ അതിന് ശേഷം പേന വെച്ച് കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കുന്നു. ഇത് മാർക്കറിന് 0.05 നിബ് പറഞ്ഞൊരു പേനയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ ഉടുപ്പിനനുസരിച്ചുള്ള നിറം കൊടുക്കുക. കഴിഞ്ഞ കാര്യം എല്ലാം പടപടപടാന്ന് കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ആർട്ട് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എളുപ്പം വരയ്ക്കാൻ വേണ്ടി പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. എന്നും ചാനലിൽ ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് കാണുക. നിങ്ങളെക്കൊണ്ട് എന്തായാലും പറ്റും. ഞാൻ നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.